ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. റീജിയണൽ ചാനലിൻ്റെ ആത്മജ്ഞാനയോഗം എന്ന പരിപാടിയിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ആത്മാർത്ഥമായി വളരെ ബഹുമാനത്തോടെ അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ ദർശനം ചെയ്ത അഥവാ നമ്മൾ സംവദിച്ച സത്സംഗം നടത്തിയ ഭാരതീയ ഷോഡശംസ്കാരത്തിൽ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 6ാമത്തെ സംസ്കാരമായ നിഷ്ക്രമണത്തെക്കുറിച്ചാണ് ചിന്തനം ചെയ്തത്. ഇന്ന് നമുക്ക് 7ാമത്തെ സംസ്കാരമായ അന്നപ്രാശനം എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ്, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിലേക്ക് ഈശ്വരാനുഗ്രഹത്തെ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹത്തോടെ നമുക്ക് സംവദിക്കാം, ചിന്തനം ചെയ്യാം. ഈശ്വരനെക്കുറിച്ചുള്ള പ്രേമം നമ്മളിൽ ഉയർന്നു കഴിഞ്ഞാൽ, ഭക്തി നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നും തന്നെ നമ്മെ സ്വാധീനിക്കില്ല. അതായത് നമ്മൾ കൽക്കണ്ടത്തിൻ്റെ മധുരം അറിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള മധുരങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല. കൽക്കണ്ടത്തിൻ്റെ മധുരം, കുട്ടിക്ക് കൽക്കണ്ടത്തിൻ്റെ മധുരം കൊടുത്താൽ പിന്നെ ബാക്കി മധുരമൊന്നും അവന് വിഷയമല്ല. കൽക്കണ്ടം തന്നെയാണ് ശ്രേഷ്ഠം. അതേപോലെ ഈശ്വരീയത ഏത് ക്രിയയിലും ഏത് സംസ്കാരത്തിലും ഈശ്വരീയത നിറഞ്ഞ ഭക്തിയോടുകൂടിയാണ് അത് ഉൾക്കൊള്ളുന്നുവെങ്കിൽ, ഈശ്വരനെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്നുവെങ്കിൽ പിന്നെ യാതൊരു ആപചിന്തകളും ശങ്കകൾ ഒന്നും തന്നെ നമ്മളെ സ്വാധീനിക്കില്ല. ശിശുവിൻ്റെ 6ാം മാസത്തിലാണ് അന്നം കൊടുക്കുന്ന ക്രിയ. അതാണ് അന്നപ്രാശന കർമ്മം എന്ന് പറയുക. ഇതാണ് 7ാമത്തെ സംസ്കാരം, അന്നപ്രാശന കർമ്മം. അത് തേൻ, നെയ്യ്, തൈര് ഇവ 3ഉം കലർത്തി സംസ്കാരത്തിൻ്റെ ഇന്ന് ചില വകഭേദങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ചെയ്യേണ്ട വിധി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് തേനും നെയ്യും തൈരും കൂട്ടി കലർത്തി വിധിപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. ശിശുവിൻ്റെ ശബ്ദമാധുര്യം, സ്വഭാവ നൈർമല്യം, ആരോഗ്യം, പ്രതിരോധ ശക്തി ഇതെല്ലാം അടിസ്ഥാനമിടുന്നതായിരിക്കണം ഈ ക്രിയ ആസൂത്രണം ചെയ്തതിൻ്റെ പിന്നിലുള്ള ചിന്ത. അതാണ് അങ്ങനെ ഇന്നതെല്ലാം ചേർക്കണം, തേനും നെയ്യും തൈരും, അതിനൊക്കെ ചില ഉദ്ദേശങ്ങൾ നമ്മുടെ ആചാര്യന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് സാധാരണ ആൺകുട്ടികൾക്ക് 6ാം മാസത്തിൽ, 8ാം മാസത്തിൽ, 10ാം മാസത്തിൽ ഇങ്ങനെ ഇരട്ട അക്ഷരങ്ങൾ, ഇരട്ട സംഖ്യകൾ വരുന്ന മാസങ്ങളിലാണ്. 6ാം മാസത്തിലാവാം, 8ാം മാസത്തിലാവാം, 10ാം മാസത്തിലാവാം കുട്ടികൾക്ക് അന്നപ്രാശനം ചെയ്യാം. പെൺകുട്ടികളാണെങ്കിൽ 5ാം മാസത്തിൽ, 7ാം മാസത്തിൽ, 9ാം മാസത്തിൽ എല്ലാം സൗകര്യത്തിനനുസരിച്ച് ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ ചെയ്യാം. പാഠഭേദം ഇതൊക്കെ ഇങ്ങനെ ആവാം എന്ന് ചില ഗ്രന്ഥങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാം മനുസ്മൃതിയിൽ മാത്രമല്ല, ഗ്രീഹ്യ സൂത്രങ്ങളിലും പാരസ്കര സൂത്രങ്ങളിലും എല്ലാം വ്യത്യസ്തമായ ചില ചിന്തകൾ ഈ കാര്യത്തിലുണ്ട്. ഇത് ഒരു ശുഭമുഹൂർത്തത്തിൽ വേണമെന്ന് ഉള്ള കാര്യത്തിൽ ആ ആചാര്യന്മാർക്കെല്ലാം ഏക അഭിപ്രായമാണ്. ഇത് ഒരു ശുഭമുഹൂർത്തത്തിൽ തന്നെ വേണം കുട്ടിക്ക് അന്നപ്രാശനം നിർവഹിക്കാനെന്ന്. ഈശ്വരന് നിവേദിച്ച ചോറ് ക്ഷേത്രങ്ങളിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റു വല്ല പുണ്യ സങ്കേതങ്ങളിലോ ആശ്രമങ്ങളോ ഒക്കെയുള്ള ആ ശ്രേഷ്ഠമായ സങ്കേതങ്ങളിൽ വെച്ച് നമ്മൾ ഈശ്വരന് നിവേദിച്ച ആ അന്നമാണ്, ചോറാണ് കുട്ടിക്ക് നൽകുന്നത്. പണ്ടുള്ളവർ ഈ ദിവസം വീട്ടിൽ വലിയ സദ്യ അന്നദാനം നിർവഹിച്ചുകൊണ്ട് ധാരാളം അന്നദാനം വരുന്ന ബുദ്ധിമുട്ടുള്ള ജനവിഭാഗത്തിനൊക്കെ തന്നെ ധാരാളം അന്നം സമർപ്പിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായൊരു ദാനം നിർവഹിച്ചുകൊണ്ടാണ്. അതുപോലെ മധുര പലഹാരങ്ങൾ കുട്ടികൾക്കൊക്കെ, അവിടെ അടുത്ത പ്രദേശത്തുള്ള കുട്ടികൾക്കൊക്കെ തന്നെ മധുര പലഹാരങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് വിതരണം ചെയ്തുകൊണ്ട് വളരെ ഗംഭീരമായ സദ്യ കഴിച്ചിരുന്നു. അതാണ് അന്നപ്രാശനം ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് എന്ന് ചിന്തിക്കാനുള്ള കാരണം തന്നെ. ഈ ദിവസം മുതൽ കുട്ടിക്ക് 2 അമ്മമാരാണ് ഉണ്ടാവുക. ഒന്ന് പെറ്റമ്മയാണ്, മറ്റൊന്ന് ഭൂമി മാതാവാണ്. അന്നം തരുന്നത് ഭൂമി മാതാവാണ്. അപ്പോൾ അന്നമാതാവും പെറ്റ അമ്മയും ഇങ്ങനെ 2 അമ്മമാർ ഒരു കുഞ്ഞിനും ഉണ്ടാവും. കുടുംബജീവിതത്തിൽ ശ്രേയസ്കരമായ ഗുണവിശേഷങ്ങൾ ഉണ്ടാകാൻ
അതായത് ഗുരുജനങ്ങളെ പൂജിക്കുന്ന, അച്ഛനെയും അമ്മയെയും ആരാധിക്കുന്ന, അതിഥികളെ ദേവന് തുല്യം മാനിക്കുന്ന, എളിയവരോട് കാരുണ്യവും ബഹുമാനവുമുള്ള ദാനധർമാദികൾ ചെയ്യാൻ കഴിവുള്ള പുത്രന്മാർ ആയി മാറണമെങ്കിൽ കുടുംബിനി അഥവാ അമ്മ അത് ആ രൂപത്തിൽ ഈ ക്രിയകളൊക്കെ ഒരു ചാഞ്ചല്യവും കൂടാതെ ഉത്തമമായ പൂർണ്ണ വിശ്വാസത്തോടു കൂടി, അവിടെ ഒരു അർത്ഥ വിശ്വാസം പാടില്ല, ആയും ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന ഈ അന്നം അവൻ്റെ വളർച്ചയിൽ, അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ വികാസത്തിൽ എല്ലാം തന്നെ അവന് നേരായ വഴിക്ക് ഈശ്വരൻ ഭൂമി മാതാവ് നിയന്ത്രിച്ചുകൊണ്ട് സാത്വികമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് സാത്വികമായ ഭക്ഷണം സ്വീകരിക്കാനുള്ള മനസ്സ് അവനിൽ നിലനിർത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബുദ്ധിയും യശസ്സും കീർത്തിയും എല്ലാം വളർത്തണമേ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ വേണം ഭഗവാന് നിവേദിച്ച അന്നം ശ്രേഷ്ഠമായ മുഹൂർത്തത്തിൽ, ശ്രേഷ്ഠമായ ദിവസത്തിൽ കുട്ടിക്ക് ശ്രേഷ്ഠമായ വ്യക്തികൾ, അത് അമ്മ കൊടുക്കാം, അച്ഛൻ കൊടുക്കാം, അമ്മാവന് കൊടുക്കാം, അങ്ങനെ ആരാണോ അല്ലെങ്കിൽ ആചാര്യന്മാർക്കുമാകാം. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠം അമ്മയും അച്ഛനും തന്നെയാണ്. ഈ ക്രിയ അന്നപ്രാശനമെന്ന ക്രിയ 5, 7, 9 എന്ന മാസങ്ങളിൽ പെൺകുട്ടികൾക്കും 6, 8, 10 മാസങ്ങളിൽ ആൺകുട്ടികൾക്കും ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇത് അന്നപ്രാശനം എന്ന ഷോഡശ സംസ്കാരത്തിലെ 7ാമത്തെ സംസ്കാരമാണ്. അത് വളരെ വിശേഷമാണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് 8ാമത്തെ സംസ്കാരമായ ചൂടാകർമ്മം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് അതിനേക്കാൾ വലിയൊരു ആശ്രമമില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ എന്തിനോടെങ്കിലും ഒട്ടിച്ചേരുക എന്നുള്ളത് അത് ഈശ്വരനോട് മാത്രമാവണം. ഗൃഹസ്ഥാശ്രമി ആ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നത് ജീവിതകാലം മുഴുവൻ ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല, ഗൃഹസ്ഥാശ്രമത്തിലൂടെ ഈശ്വരനെ അറിയാനാണ്. ചെയ്യുന്ന കർമ്മങ്ങളോടൊന്നും തന്നെ അത് നിഷ്കാമകർമ്മം, ഗീതയിലൊക്കെ പറയുന്ന പോലെ നമ്മുടെ കർമ്മങ്ങളോടൊന്നും തന്നെ ഒരൊട്ടലില്ലാതെ നമ്മുടെ ധർമ്മങ്ങളിൽ അവിടെയൊക്കെ ജീവിതത്തിൽ ധർമ്മത്തിന് പ്രാധാന്യം നൽകിക്കണം. നമ്മുടെ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് കർമ്മത്തിനോട് ഒട്ടി നിൽക്കാതെ കുടുംബസ്ഥനായി ഗൃഹസ്ഥാശ്രമിയായി നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഈശ്വരനെ നമ്മുടെ ഈശ്വരേച്ഛയായിട്ടെല്ലാം ഞാൻ ചെയ്യുന്നത് ഈശ്വരൻ്റെ നിശ്ചയമാണ്, ഈശ്വരൻ്റെ നിയതാവിൻ്റെ നിശ്ചയപ്രകാരമാണ് ഞാൻ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നത്. ഇതൊന്നും തന്നെ എന്നെ സ്വാധീനിക്കില്ല. എൻ്റെ ധർമ്മം, അത് ധർമ്മത്തിനാണ് ഏറ്റവും. നമ്മൾ കുടുംബത്തിൽ കഴിയുകയാണെങ്കിൽ പോലും ഭാര്യയോടും മക്കളോടും അതുപോലെ മാതാപിതാക്കളോടും ഒക്കെ കൂടെ ജീവിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണം. ചൂടാകർമ്മം കുഞ്ഞിൻ്റെ 3ാം വയസ്സിൽ ഉത്തരായണ കാലത്ത് ശുക്ലപക്ഷത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു സംസ്കാരമാണ്. ഉത്തരായണ കാലത്ത്, അതായത് മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, ഈ 5-6 മാസങ്ങളാണ് ഉത്തരായണ കാലം. മറ്റത് ദക്ഷിണായന കാലമാണ്. ശ്രേഷ്ഠം ഭീഷ്മർ മരിക്കാൻ വരെ ഉത്തരായണ കാലം കാത്തു കടന്നു എന്നാണ് നമ്മുടെ ഭാഗവതം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായൊരു സമയമാണ് ക്ഷേത്ര നിർമ്മാണത്തിനും ക്ഷേത്ര പ്രതിഷ്ഠകൾക്കും നവീകരണ കലശങ്ങൾക്കും ക്ഷേത്ര സംബന്ധിയുമായ എല്ലാ ശ്രേഷ്ഠമായ പ്രവൃത്തികൾക്കൊക്കെ തന്നെ ഉത്തരായണ കാലമാണ്. ദേവന്മാരുടെ പകലാണെന്നാണ് സങ്കല്പം. ദേവന്മാരുടെ പകലാണ് ആ കാലഘട്ടം. മറ്റത് ദക്ഷിണായന കാലം ദേവന്മാരുടെ രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉത്തരായണ കാലം വളരെ പ്രധാനമാണ്. കുഞ്ഞിൻ്റെ 3ാം വയസ്സിൽ ഉത്തരായണ കാലത്ത് ശുക്ലപക്ഷത്ത് അനുഷ്ഠിക്കേണ്ട ഒരു സംസ്കാരമാണ് ചൂടാകർമ്മം. കുഞ്ഞിന് ഗർഭത്തിൽ അങ്കുരിച്ച മുടി കളയുന്ന ഒരു സംസ്കാരമാണ്. ആ മുടി 3ാം വയസ്സിൽ നമ്മൾ നല്ല ശ്രേഷ്ഠമായ, ഇപ്പം അതിനൊക്കെ ദൈവികമായ സ്ഥല സങ്കേതങ്ങൾ തന്നെ ധാരാളമുണ്ട്. മുടി മുറിച്ച് ശരിക്കും മുടി മുഴുവൻ തന്നെ നമ്മൾ വടിച്ച് കളയുകയാണ് ചെയ്യുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും മുടി മുഴുവൻ 3ാം വയസ്സിൽ, ഇപ്പോഴൊക്കെ ഭാവവ്യത്യാസങ്ങളുടെ 1ാം വയസ്സിലൊക്കെ ചെയ്യുന്നവരുണ്ട്. അതായാലും ആ സംസ്കാരം നമ്മുടെ ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ളത് 3ാം വയസ്സിൽ മുടി മുഴുവൻ തന്നെ നിഷ്ക്രമിച്ച് ഇല്ലാതാക്കി വടിച്ച് കളഞ്ഞ് അവിടെ നമ്മൾ വെണ്ണയോ തൈരിൻ്റെ പാടയോ തേച്ച് വൃത്തിയായിട്ട് കുളിപ്പിക്കും. എന്നിട്ട് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് അവരെ ചന്ദനം, നല്ല ചന്ദനം, അസൽ ചന്ദനം ആ സമയത്ത് തലയിൽ മുഴുവൻ പൂശും. ആ സമയത്ത് ഓം ജീവശരദാശതം വർദ്ധമാന എന്ന് ചൊല്ലണം. ഓം ജീവശരദാം ശതം വർദ്ധമാന.
ആയിരാരോഗ്യ സൗഭാഗ്യങ്ങളോട് കൂടിയിട്ട് 100 വർഷം എൻ്റെ കുഞ്ഞ് ജീവിക്കട്ടെ, എല്ലാ സൗഭാഗ്യത്തോടും. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം നമ്മൾ കുട്ടികളെ കാണുമ്പോൾ വരെ കുട്ടികളുടെ തലയിൽ അല്ലെങ്കിൽ പുറത്ത് കൈവച്ച് അനുഗ്രഹിക്കണം. നീ ദീർഘായുഷ്മാനായിരിക്കട്ടെ, സർവമംഗളകാരിയായിരിക്കട്ടെ എന്ന് നമ്മൾ മുതിർന്നവരൊക്കെ എപ്പോൾ കുട്ടികളെ കണ്ടാലും അവരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. അത് ഒരു പോസിറ്റീവ് എനർജി, സാത്വികമായൊരു ഊർജം കുട്ടികളിലേക്ക് സന്നിവേശിക്കപ്പെടും. അത് ആ കുട്ടികളിൽ അറിയാതെ, കുട്ടിയെ അറിയാതെ, അനുഗ്രഹിക്കുന്നവരറിയാതെ പ്രപഞ്ചത്തിന് അതിനൊരു ശക്തിയുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ മാതിരി എല്ലാം ഊർജത്തിൻ്റെ വകഭേദങ്ങളാകുന്നത് കൊണ്ട് തന്നെ നാം പറയുന്ന അല്ലെങ്കിൽ നാം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക്, മന്ത്രങ്ങൾക്കൊക്കെ തന്നെ ഒരു ശക്തിയുണ്ട്, ഒരു ഊർജമുണ്ട്. ആ ഊർജം കുട്ടിയിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ കുട്ടിയിൽ അത് ഒരു സാത്വികമായ പരിവേഷം, ഒരു നല്ല ഓറ സൃഷ്ടിക്കപ്പെടുകയും ബുദ്ധിപരമായും മാനസികമായും ഒക്കെ ശാരീരികമായും ആ കുട്ടിയിൽ അത് വളർച്ചയിൽ കാണപ്പെടുകയും ചെയ്യും. ഈ ഓം ജീവശരദാ ശതം വർദ്ധമാന, അതങ്ങനെ വർദ്ധിച്ചു വരട്ടെ എന്ന് പണ്ട് കാലത്ത് ഇതിന് കർണവേദം എന്ന് പറഞ്ഞാൽ കാത് കുത്തുക എന്നും പറയും. കാത് കുത്തുന്ന ചടങ്ങെന്നാണ് പറയുക കർണവേദം. അതിന് പണ്ട് കാലത്തൊക്കെ ഇതിനായിട്ട് പ്രത്യേകം കഴിവുള്ള പ്രാപ്തരായിട്ടുള്ള ജനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലത്ത് അതൊന്നുമില്ല. ഇന്നൊക്കെ ഈ സ്വർണ്ണാഭരണ കടയിൽ മെഷീൻ വെച്ചിട്ടോ യന്ത്രം വെച്ചിട്ടൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് പ്രത്യേക മുഹൂർത്തം പണ്ട് കാലത്തുണ്ടായിരുന്നു. ലിംഗഭേദമന്യേ 1, 3, 5 തുടങ്ങിയ ഒറ്റ വയസ്സുകളിൽ, 1-ാം വയസ്സിലാവാം, 3-ാം വയസ്സിലാവാം, 5-ാം വയസ്സിലാവാം ആണ് ഇത് ചെയ്തിരുന്നത്. ഗണപതിക്ക് നേദ്യവും ഗണപതിക്ക് ഇലയും വിളക്കും ഒക്കെ കത്തിച്ച്, വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ച് 5 തിരിയിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഗണപതിക്ക് നാക്കല വെച്ച് അവിടെ ഗണപതിക്ക് അവിലുമലർ കൽക്കണ്ടം മുന്തിരി പഴം മുത്യാദി നിവേദ്യ വസ്തുക്കളൊക്കെ തന്നെ വെച്ച് ഗണപതിയെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് ധ്യാനമന്ത്രങ്ങളൊക്കെ ചൊല്ലിയ ശേഷം ഗണപതി അത് ഭുജിച്ചു എന്ന് തൃപ്തിയായതിന് ശേഷം നമ്മൾ സ്വർണത്തിൻ്റെ കമ്പിയോ ഇതിൽ നല്ല പരിണിതപ്രജ്ഞനായ വ്യക്തി ഉണ്ടായിരിക്കും. ആ ഒരു സമൂഹത്തിൽ ഇത് ചെയ്യാൻ പ്രാപ്തരായ സമൂഹത്തിലെ പരിണിതപ്രജ്ഞനായ ഒരു വ്യക്തി വന്ന് ഈ കാരമുള്ളുകൊണ്ടോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെയോ ചെമ്പിൻ്റെയോ ഉള്ള കമ്പി വളരെ ലോലമായ എന്നാൽ വളരെ ബലമുള്ള സൂക്ഷ്മമായ സൂചി കൊണ്ട് കാത് യഥാസ്ഥാനത്ത്, മർമ്മമാണ് കാത്, 64 മർമ്മങ്ങളിൽ പ്രത്യേകിച്ച് 8 മർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മം ഉൾക്കൊള്ളുന്ന ഭാഗം കൂടിയാണ് ചെവി. വളരെ സ്പർശന ശക്തിയുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ ചെവിയിൽ കുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അത് പരിണിതപ്രജ്ഞരായ ആൾക്കാർ അത് കുത്തി ഒരു പൊടി ചോര പോലും പൊടിയാതെ അത് കുത്തി കർണാഭരണം അത് യഥാവിധി വയ്ക്കുന്നു. കർണാഭരണം വയ്ക്കുന്നതിന് സംസ്കാരത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അല്പം പോലും രക്തം അതുകൊണ്ട് പുറത്തേക്ക് വരികയില്ല. പണ്ട് കാത് കുത്തിയ ശേഷം അവിടെ വെണ്ണയാണ് പുരട്ടുക. അവിടെ എല്ലാ ഗൃഹങ്ങളിലും പശു ഉണ്ടായിരുന്നു, പാലും വെണ്ണയും മോരും തൈരും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊന്നും തിരഞ്ഞു കിടക്കേണ്ട, അപ്പുറത്തേക്ക് പായേണ്ടതോ ഇപ്പുറത്തേക്ക് പായേണ്ടതയോ കൊണ്ടുവയ്ക്കേണ്ടയോ ഒന്നും തന്നെ ഒരു ബുദ്ധിമുട്ട് ഇക്കാലത്തെ പോലെ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. ആ ആചാര്യന്മാരൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇന്നത് ചെയ്താൽ മതി, കാതുകുത്തിയാൽ അവിടെ വെണ്ണ പുരട്ടിയിരുന്നു. അതുകൊണ്ട് ആ പാരമ്പര്യം ഇന്ന് അനുഷ്ഠിക്കുന്നവർ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് കാതുകുത്തുന്ന സ്വഭാവമേ വിട്ടുപോയി. അതൊരു വലിയ കാതുകുത്തുക എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്, നമ്മുടെ സനാതന സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. കാത് കുത്തിയ ആളെ കണ്ടാൽ അറിയാം അവൻ ഷോഡശം സംസ്കാരത്തിലൂടെ വളർന്നവനാണ്, ജീവിച്ചവനാണ്. അവനിൽ സാത്വികമായ ഒരു പരിവേഷം ഉണ്ട്. അവൻ ഈശ്വരഭക്തനാണ്, ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അവൻ അതിഥികളെ ദേവതകളെ പോലെ കാണുന്നവനാണ്. അച്ഛനെയും അമ്മയെയും ഗുരുനാഥന്മാരെയും ഈശ്വരനെ പോലെ പൂജിക്കുന്നവനാണ്. ഇങ്ങനൊരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന വ്യക്തിവിശേഷമാണ് എൻ്റെ മുന്നിലുള്ളത് എന്ന് കാത് കുത്തിയ ഭംഗിക്ക് വേണ്ടി മാത്രമല്ല കാത് കുത്തുന്നത്. മനോഹരമായ കിലോ കണക്കിന് ഭാരമുള്ള സ്വർണ്ണാഭരണങ്ങളോ തങ്കാഭരണങ്ങളോ അണിയാൻ വേണ്ടി മാത്രമല്ല കാത് കുത്തുന്നത്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരം ചിലതിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ആ സംസ്കാരത്തിലൂടെ വളരുന്നവന് ഇന്ന ഗുണവിശേഷങ്ങളുണ്ട് എന്നൊക്കെ തന്നെ നമ്മുടെ പൂർവിക ആചാര്യന്മാർ നിഷ്കർഷിച്ചിരുന്നു. അത് തന്നെയാണ് ഇന്നും ചില ഗൃഹങ്ങളിൽ ഒക്കെ കാതുകുത്തൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കാതുകുത്തലുണ്ട്. അത് കാത് വേദനയാക്കാനല്ല, ആ വ്യക്തിയെ സമ്പുഷ്ടനായ ഒരു സംസ്കാരത്തിൻ്റെ ഉടമയാക്കി മാറ്റാനാണ് അത് ആ ഒരു ക്രിയ നിർവഹിക്കുന്നത്. ഇനി
നമ്മൾ ഷോഡശ സംസ്കാരത്തിലെ 9ാമത്തെ സംസ്കാരമായ ഉപനയനം എന്നൊക്കെ ഇന്ന് കേൾക്കുമ്പോൾ ഉപനയനം അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതാണെന്നൊക്കെ ചിന്തിച്ചു പോകും. നമ്മുടെ പൂർവിക ആചാര്യന്മാർ അങ്ങനെ ഒരു സിദ്ധാന്തവും നമുക്ക് നൽകിയിട്ടില്ല. മനുഷ്യകുലത്തെ ഒരേ രൂപത്തിൽ കാണുകയും പ്രവൃത്തിയും കർമ്മം കൊണ്ട് ഗുണവിശേഷം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് അവരൊക്കെ. അതുകൊണ്ട് ലോകത്തിൽ എവിടെയായാലും ഒരാൾ സത്യമറിയാൻ കൊതിക്കുമ്പോൾ, ഉത്കടമായ അഭിവാജ്യം ഉണ്ടാകുമ്പോൾ ആദ്യം ഭാരതത്തിലേക്കാണ് നോക്കുന്നത്. ഇന്നും തൽസ്ഥിതി തുടരുന്നുണ്ട്. പൂർവ്വകാലത്ത് ലോകത്തിലെ പ്രപഞ്ചത്തിലുള്ള ഏത് വ്യക്തിയും സത്യമറിയാൻ, സനാതനധർമ്മത്തെ കാണണം, അതറിയാൻ ഭാരതത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഇന്നും വ്യത്യാസമൊന്നും വല്ലാതെ വന്നിട്ടില്ല. മനസമാധാനത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സത്യമറിയുന്നതിന് വേണ്ടി, ഉത്കൃഷ്ടമായ ധന്യ ജീവിതങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മളെ സംസ്കാരത്തിൻ്റെ പവിത്രതയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് അറിവില്ലാതെ പോകുന്നു. അത് പഠിപ്പിക്കാൻ ആള് കുറവാണ്. നമ്മുടെ സംസ്കാരത്തിൽ മറ്റ് സംസ്കാരങ്ങളുടെ സന്നിവേശം കൊണ്ട് നമ്മുടെ സംസ്കാരത്തിന് ച്യുതി വന്നിരിക്കുന്നു, ത്തിന് മൂല്യശോഷണം വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇന്നത്തെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചും ഈ ഷോഡശ സംസ്കാരത്തിൻ്റെ ആ സൗഷ്ഠവമായ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇന്നും ജർമ്മനിയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, സ്വീഡനിൽ നിന്നും, സ്വിറ്റ്സർലാൻഡിൽ നിന്നും, അമേരിക്കയിൽ നിന്നും ഒക്കെ ജനങ്ങൾ സംസ്കാരത്തിന് ശാന്തി തേടി, സമാധാനം തേടി, ആ ഉത്കൃഷ്ടമായ ഒരു സംസ്കാരത്തിൻ്റെ ദീപ്തമായ ആ ഇത് നിലനിൽക്കുന്ന ആ അവസ്ഥ നിലനിൽക്കുന്ന നമ്മുടെ മഹത്തായ ഭാരത ഭൂഖണ്ഡത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രാന്തരീക്ഷങ്ങളിൽ, അതുപോലെ ആശ്രമാന്തരീക്ഷങ്ങളിൽ എല്ലാം അത് വേണ്ടത്ര മന്ത്രങ്ങളുടെയും അതുപോലെ ആചാര്യന്മാരുടെയും കർമ്മങ്ങളെ കൊണ്ട്, മന്ത്രോച്ചാരണങ്ങളെ കൊണ്ട്, ക്രിയകളെ കൊണ്ട്, ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അവർ നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പല ആശ്രമങ്ങളിലും എനിക്കത് അനുഭവവേദ്യമായിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും എനിക്കത് അനുഭവവേദ്യമായിട്ടുണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ, ഷോഡശ സംസ്കാരത്തിൻ്റെ തന്നെ ആ ദിവ്യമായ അനുഭൂതി നുകരാൻ വേണ്ടി, ഒരു പൂമ്പാറ്റ പൂക്കളിലേക്ക് തേൻ നുകരാൻ വേണ്ടി പോകുന്നത് പോലെ എത്ര വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഔന്നത്യങ്ങളിലിരുന്നിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഭാരതത്തിൽ വന്ന് ചമ്രം പടിയിരുന്ന് നമ്മുടെ ആ ഭാരതീയ മൂല്യങ്ങളെ, സംസ്കൃത മൂല്യങ്ങളെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ അത്യുന്നതമായ മൂല്യങ്ങളെ നുകരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം. ഒരു സംശയവുമില്ല. പക്ഷേ നമ്മൾ അത് ഉൾക്കൊള്ളാനും നമ്മളത് പഠിക്കാനും നമ്മുടെ കുട്ടികളിലേക്ക് അത് സന്നിവേശിപ്പിച്ചുകൊണ്ട് കുട്ടികളെ ആ അന്തരീക്ഷത്തിലൂടെ, ആ ഒരു സംസ്കൃതിയിലൂടെ വളർത്താനുമുള്ള ഒരു ശ്രമം നമ്മൾ ഇനിയും തുടരാൻ, നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണത്. എന്തോ കാലഘട്ടം കൊണ്ട്, മറ്റ് സമൂഹത്തിൻ്റെയൊക്കെ അധിനിവേശം കൊണ്ട് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയതാണ്. നമ്മളത് പുനരുദ്ധരിക്കണം, നമ്മളത് ഉയർത്തിക്കൊണ്ട് വരണം. അങ്ങനെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ അതിൻ്റെ ആ അംശം, അതിൻ്റെ ആ ജീവസ്, അതിൻ്റെ ആ ശക്തി, അതിൻ്റെ ആ ഊർജം നൽകുക തന്നെ വേണം. അത് പ്രധാനപ്പെട്ട ആ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഉപനയനം എന്ന് പറയുന്ന സംസ്കാരം. 9ാമത്തെ സംസ്കാരമാണ് ഈ സംസ്കാരം. സാധാരണ രീതിയ ബ്രഹ്മസൂത്രം അഥവാ പൂണൂൽ ധരിക്കുന്ന കർമ്മത്തിനാണ് ഉപനയനം അഥവാ യജ്ഞാപവീതം ഉപനയനം എന്ന് പറയുന്നത്. പൂണൂല് ധരിക്കുക എന്നാണ് പറയുക. പൂണൂല് ബ്രാഹ്മണർക്കല്ലേ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ സംസ്കാരം അതല്ല പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പൂർവികരും അതല്ല സിദ്ധാന്തിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. ബ്രഹ്മവിദ്യാഭ്യാസത്തിനായി ഗുരുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടി, ഈശ്വരനെ അറിയുന്നതിന് വേണ്ടി ബ്രഹ്മവിദ്യാഭ്യാസത്തിനായി ഗുരുവിൻ്റെ അടുത്തേക്ക് നയിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഉപനയനം എന്ന വാക്ക് നമ്മുടെ ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. യജ്ഞോപവീതം ധരിച്ച് വിദ്യാവ്രതം സ്വീകരിക്കേണ്ടത് ഗുരുവിൻ്റെ സന്നിധിയിലാണ്. യജ്ഞോപവീതം ധരിച്ച് നമ്മൾ ഗുരുവിൻ്റെ സന്നിധിയിലാണ് ഈ വ്രതം, വിദ്യാവ്രതം എന്നാണ് അതിന് പറയുക. വിദ്യ സ്വീകരിക്കുന്ന വ്രതമാണ്, ആചരണമാണ് അത് സ്വീകരിക്കേണ്ടത്. അതോടുകൂടി ശിഷ്യനെ പുത്രസമാനം സംരക്ഷിച്ചു കൊള്ളാമെന്ന്. പുത്രനും ശിഷ്യനും രണ്ടില്ല, അതൊന്നാണെന്ന സമാന
ദൃഷ്ടിയോടുകൂടി സമഭാവനയോട് കൂടിയിട്ട് സംരക്ഷിച്ച് കൊള്ളാമെന്ന് ഗുരു ശിഷ്യനെ അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടാണ് ഗുരു ശിഷ്യനെ ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നത്. നമ്മുടെ സാന്ദീപനി മഹർഷിയും വസിഷ്ഠ മഹർഷിയും അതുപോലെ നമ്മുടെ പൂർവിക ആചാര്യന്മാർ ഗർഗമുനിയും എല്ലാം ഈ ആചാര്യന്മാരെല്ലാം തന്നെ ഈ തരത്തിൽ വിദ്യ നൽകിയിരുന്ന ആചാര്യ ശ്രേഷ്ഠന്മാരായിരുന്നു. വർണ്ണവ്യവസ്ഥ ശക്തമായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഓരോ വർണ്ണത്തിലുള്ളവർക്ക് ഓരോ സമയത്ത് മനുസ്മൃതിയിലും ഗൃഹ്യസൂത്രങ്ങളിലും ഉപനയനം വിധിച്ചിട്ടുണ്ട്. ഉപനയനം ഓരോ വർണ്ണത്തിലുള്ളവർക്ക് ഇന്ന സമയത്ത്, ഇന്ന വർണ്ണത്തിലുള്ളവർക്ക് ഇന്ന സമയത്ത് എന്ന് വിധിച്ചിട്ടുണ്ട്. ചാതുർവർണ്ണ്യം ഇവിടെ വിധിച്ചിട്ട് ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചാതുർവർണ്ണ്യം. കാരണം ഒരു ബ്രാഹ്മണൻ്റെ മകൻ ബ്രാഹ്മണനായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. ഒരു ബ്രാഹ്മണൻ്റെ മകൻ കർമ്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ മാത്രമേ ബ്രാഹ്മണനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഭഗവാൻ കൃഷ്ണൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഈ ചാതുർവർണ്ണ്യം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനെ വിവക്ഷിച്ചിട്ടുള്ളത് എന്ന്. അപ്പം ജന്മനാ ജായതേ ശൂദ്ര കർമ്മണ ജായതേ ബ്രാഹ്മണ. കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിട്ട് മാറണമെങ്കിൽ 4 ഘട്ടത്തിലൂടെ കടക്കണം. ആ ഘട്ടങ്ങളൊക്കെ ഉണ്ടോ എങ്കിൽ മാത്രമേ, അല്ലാതെ ബ്രാഹ്മണന് മാത്രമേ ഉപനയനുള്ളൂ, ബ്രാഹ്മണന് മാത്രമേ യജ്ഞോപവീതമുള്ളൂ, പൂണുനൂലുള്ളൂ എന്നൊന്നും ധരിക്കാൻ പാടില്ല. നമ്മുടെ ആചാര്യന്മാർ അങ്ങനെയിട്ട് ചിന്തിച്ചിട്ടുമില്ല. ചാതുർവർണ്ണ്യങ്ങൾ ഇവിടെ വിധിച്ചിട്ടുള്ളത് ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബ്രാഹ്മണകുലത്തിൽ ബ്രാഹ്മണൻ മാത്രമേ ഉണ്ടാകൂ എന്ന് ഇല്ല, ശൂദ്രകുലത്തിൽ ശൂദ്രൻ മാത്രമേ ജനിക്കൂ എന്നുമില്ല. ഇവിടെ ആരും അങ്ങനെ ഒരു വിധിയും എഴുതിയിട്ടില്ല. സാത്വിക ഗുണം മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയിൽ ബ്രാഹ്മണത്വം അയാളുടെ സഹജ സ്വഭാവമായിരിക്കും. ആ ബ്രാഹ്മണനാണെങ്കിൽ ശൂദ്രൻ്റെ മകനാണെങ്കിലും അവനിൽ പ്രകടമായിട്ട് മുന്നിട്ട് നിൽക്കുക സാത്വികമായ ഗുണങ്ങളായിരിക്കും. അവൻ ഗുരുനാഥനെ ആരാധിക്കും, അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുക മാത്രമല്ല അവരെ അനുസരിക്കുകയും ആരാധിക്കുകയും ചെയ്യും. പ്രപഞ്ചത്തിലുള്ള സർവ്വജീവജാലങ്ങളെയും അവൻ ബഹുമാനത്തോടും ആദരവോടും കൂടി പരിചരിക്കും. അങ്ങനെ എല്ലാതരം സാത്വിക ഗുണഭാവങ്ങളും മുന്നിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് ശൂദ്രൻ്റെ എങ്കിൽ അവൻ ബ്രാഹ്മണനാണ്. അതുപോലെ ബ്രാഹ്മണൻ്റെ ഒരു മകൻ സാത്വികമായ ഒരു ഗുണവുമില്ലാതെ മ്ലേച്ഛമായ ഭക്ഷണങ്ങൾ സഹിച്ച് മ്ലേച്ഛമായ രീതിയിൽ മദ്യപാനവും മറ്റു ദുശീലങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഗുണകർമ്മങ്ങളൊന്നും തന്നെ ഇല്ലാതെ കണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ ആ കുട്ടിയിൽ നിലനിൽക്കുന്നത് ഒരിക്കലും ബ്രാഹ്മണത്വമല്ല, ബ്രാഹ്മണൻ്റെ പുത്രനായതുകൊണ്ട് കാര്യമില്ല, ഗുണകർമ്മങ്ങളെ കൊണ്ട് തന്നെയാണ് ചാതുർവർണ്ണ്യങ്ങൾ നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മുടെ പൂർവിക ആചാര്യന്മാർ. സാത്വിക ഗുണം മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയിൽ ബ്രാഹ്മണത്വമുണ്ടാവും, അത് അയാളുടെ സഹജഭാവമായിരിക്കും. ബ്രാഹ്മണ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ഗർഭം മുതൽ 8ാമത്തെ വർഷത്തിലാണ് ആചാര്യൻ്റെ സന്നിധിയിൽ, 8ാമത്തെ വർഷം ബ്രാഹ്മണ കുട്ടിയാണെങ്കിൽ ഒരു ശൂദ്രൻ്റെ മകൻ ഇത്തരം ഗുണവിശേഷങ്ങളുള്ള ബ്രാഹ്മണ സ്വഭാവം ഉണ്ടെങ്കിൽ അവനെയും 8ാമത്തെ വർഷം ജനിച്ച് ആ ഗർഭം ധരിച്ചത് മുതൽക്ക് കണക്കാക്കണം. അങ്ങനെ 8ാമത്തെ വർഷം അവനെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക്, ആചാര്യൻ്റെ സന്നിധിയിൽ വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി എത്തിക്കണം. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? 3 വയസ്സാകുമ്പോൾ LKG-യിലോ പ്രീ പ്രൈമറിയിലോ ഒക്കെ കൊണ്ടുപോയി ചേർത്തും. നമ്മുടെ ഭാഷ തന്നെ, മാതൃഭാഷയ്ക്ക് ഒരു പ്രാധാന്യമില്ല. ആ ലോകഭാഷയായ ഭാരതത്തിൻ്റെ മുഴുവൻ തന്നെ സംസ്കൃതി ഉൾക്കൊള്ളുന്ന ഭാഷ സംസ്കൃതത്തിന് ഒരു പ്രാധാന്യവും ഇല്ലാതെ നമ്മൾ സ്വയം നശിക്കാൻ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു വിധി വൈപരീത്യമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് 3 മണിക്ക് മുതൽ ഇംഗ്ലീഷാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നൊന്നല്ല പറയുന്നത്. ആചാര്യന്മാർ എല്ലാ ഭാഷയും പഠിച്ചോളാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷേ മാതാവിനെ അറിയാതെ, അമ്മയെ അറിയാതെ, അച്ഛനെ അറിയാതെ, ഗുരുനാഥനെ അറിയാതെ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഗൃഹത്തെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ചുറ്റുപാടിനെ, നമ്മുടെ പ്രപഞ്ചത്തെ, ആ മഹത്തായ ഈ സംസ്കൃതിയെ അറിയാതെ കണ്ടുള്ള ഒരു പഠനം ഒരിക്കലും ശാശ്വതമല്ല, സാത്വികവുമല്ല. അമ്മ എന്ന് നമ്മുടെ മഹാത്മാക്കളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച്. ക്ഷത്രിയ വർണ്ണമുള്ളവനാണ് ഗുരുവിൻ്റെ അടുത്ത് എത്തുന്നതെങ്കിൽ അവന് 11ാം വർഷമാണ് അതിന് വിധിച്ചിട്ടുള്ളത്. ക്ഷത്രിയ വർണ്ണമുള്ളവന് അഭ്യാസങ്ങൾ, ആയുധാഭ്യാസവും അതുപോലെ ഇപ്പോൾ ആണെങ്കിൽ കരാട്ടേന്നോ ഒക്കെ പറയാം, അങ്ങനെയുള്ള പണ്ട് കാലത്ത് വാൾപ്പയറ്റ്, അങ്ങനെ അസ്ത്രവിദ്യ, ഇങ്ങനെയുള്ളതെല്ലാം 11ാമത്തെ വയസ്സിലാണ് ക്ഷത്രിയ കുമാരന്മാർക്ക് വിധിച്ചിട്ടുള്ളത്. ഗുരുവിൻ്റെ അടുത്ത് ഈ ഉപനയനം എന്ന ക്രിയയ്ക്ക് ശേഷം എത്തുന്നത് വിദ്യാ മന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി.
എന്നാൽ വൈശ്യഗുണമുള്ളവനാണെങ്കിൽ 12-ാം വയസ്സിലാണ് ഉപനയനം നടത്തുക. 12-ാം വയസ്സിലാണ് വിദ്യാമന്ത്രം ഗുരുനാഥൻ്റെ അടുത്തെത്തി സ്വീകരിക്കുകയും ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ യജ്ഞാപവീതം നമ്മൾ ധരിക്കുക. യജ്ഞാപവീതം പൂണുനൂല് അത് ധരിപ്പിക്കുക ഗുരുനാഥനാണ്. ഗുരുനാഥൻ മന്ത്രങ്ങളോടുകൂടിയാണ് അത് ധരിപ്പിക്കുക. അന്നാണ് പ്രായപരിഗണന ഇന്നത്തെ യുഗത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. കലിയുഗത്തിൽ ഈ മൂർധന്യാവസ്ഥയിൽ നമുക്ക് ഇന്ന പ്രായത്തിൽ ഇന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്ന ആചാര്യൻ ഇതൊന്നുമില്ലാതായിരിക്കുന്നു. നമ്മുടെ സംസ്കൃതി നഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ്. യജ്ഞോപവീത സംസ്കാരം ബ്രാഹ്മണ വർണ്ണത്തിന് ഉത്തരായണത്തിലെ വസന്തത്തിലും ക്ഷത്രിയന് ഗ്രീഷ്മത്തിലും വൈശ്യന് ശരത്തിലും ശൂദ്രനും ശരത്തിൽ ഈ സംസ്കാരം നടത്തണമെന്ന് സ്മൃതിയിൽ പല ഭാഗങ്ങളിലും അത് നിഷ്കർഷിച്ചിട്ടുണ്ട്. നമ്മൾ ഈ യജ്ഞാപവീത സംസ്കാരം ഉപനയനം ഗുരുവിൻ്റെ അടുത്ത് എത്തി ഗുരുവിനോടൊപ്പം താമസിച്ചിട്ട് ഗുരുവിനോടൊപ്പം ഇന്ന് ഗുരുകുല സമ്പ്രദായങ്ങളൊന്നുമില്ല എങ്കിലും നമ്മൾ ഗുരുവുമായിട്ട് സദാസമയം നിരന്തരം ബന്ധപ്പെടാവുന്ന ഒരു ഗുരു നമുക്കുണ്ടായിരിക്കണം. ശരി തെറ്റുകളെക്കുറിച്ച് ന്യായങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ യോഗ്യനായ ഒരു ഗുരുവിൻ്റെ അടുത്തായിരിക്കണം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ യജ്ഞാപവീതത്തിന് ബ്രഹ്മസൂത്രം പഠിക്കുന്നതിന് അയക്കേണ്ടത്. കുട്ടിയെ ആദ്യമേ ആംഗലേയ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സംസ്കാരം എന്തെന്നറിയാൻ പഠിപ്പിക്കാതെ ഇതര സംസ്കാരങ്ങളെക്കുറിച്ച് ഇതര മത സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടി യാതൊരു സംശയവുമില്ല നമ്മുടെ കൈ വിട്ടുപോകുന്നു, നമ്മളിൽ നിന്ന് അകലുന്നു, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അകലുന്നു എന്നർത്ഥം. അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് അകലുന്നു. ഇവിടെ ഒരു ഗുരു ഇല്ലാതെ ആകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഗൃഹത്തിന് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് മാത്രമല്ല, നമ്മുടെ രാഷ്ട്രത്തിനും ആ കുഞ്ഞ് നഷ്ടപ്പെടുന്നു. ആ ഒരു സംഭവം ഇല്ലാതെ അവനൊരു ലോക പൗരനായിട്ട് വളരണമെങ്കിൽ മഹാത്മാഗാന്ധിയൊക്കെ ലോക പൗരനായിട്ട് വളർന്നത് ആ ബാല്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷണത്തിൻ്റെ ഫലമായിട്ടാണ്. വിവേകാനന്ദ സ്വാമികൾ സ്വന്തം അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ എനിക്ക് വേണ്ടി അമ്മയുടെ ശരീരം മാത്രമല്ല അമ്മയുടെ ജീവിതം, അമ്മയുടെ സർവ്വവും എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടി സത്യമായിട്ട് മുഴുവൻ എന്താണോ ശ്രേഷ്ഠമായത് അത് മുഴുവൻ അമ്മ സ്വീകരിച്ചു. അതിൻ്റെ ഫലമല്ലേ അമ്മയെ എന്നെ ഈ ഭൂമിയിലേക്ക് അമ്മ അയച്ചത്. ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്, മാതൃപഞ്ചകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് പകരം നൽകാൻ ഈ അമ്മ 10 മാസം എന്നെ ഗർഭം ധരിച്ച് വളരെ കഷ്ടപ്പാടുകൾ മുഴുവൻ അനുഭവിച്ച്, എത്ര കഷ്ടപ്പാടാണ്, ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണ്ടാതെ, യഥാസമയങ്ങളിൽ മലമൂത്ര വിസർജനാദികൾക്ക് സാധിക്കാതെ ആ നിറഞ്ഞ വയറുമായിട്ട് വിഷമിച്ച് നടന്ന് അവനവൻ്റെ കർമ്മങ്ങൾക്ക് പോലും വൈഷമ്യമുണ്ടാക്കിയിട്ട് അങ്ങനെ 10 മാസം എന്നെ ചുമന്ന് പിന്നീട് എന്നെ പ്രസവിക്കാനുള്ള അനുഭവിച്ച വേദന ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പകരം തരാനായില്ലാത്ത വേദന അനുഭവിച്ച് അമ്മ എന്നെ പ്രസവിച്ചു. ആ അമ്മ എന്നെ വളർത്തി 4-5 വയസ്സ് വരെ എൻ്റെ മലമൂത്ര വിസർജനാദികളിൽ കിടന്നുകൊണ്ട് അത് വൃത്തിയാക്കാനും കഷ്ടപ്പെടാനും സ്വന്തം ഭക്ഷണവും സ്വന്തം ദിനചര്യകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചു. ആ അമ്മയ്ക്ക് വേണ്ടി പകരം നൽകാൻ ഈ ജീവിതം മുഴുവൻ ഞാൻ സമർപ്പിച്ചാലും അമ്മയെ സാധിക്കുകയില്ല. അമ്മയുടെ ധന്യമായ ജീവിതം, അമ്മയുടെ ധന്യത എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും അത് അധികമല്ല. അമ്മയ്ക്ക് പകരം നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അമ്മ അനുഗ്രഹിക്കണം, ക്ഷമിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ആ മാതൃപഞ്ചകം എന്ന ആ 5 ശ്ലോകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ മാതൃത്വത്തിന് ഗുരുനാഥനെ പോലെ തന്നെ നമുക്ക് വളരെ പ്രാധാന്യമുള്ള ഒരവസ്ഥയാണ്. യജ്ഞോപവീത സംസ്കാരം ബ്രാഹ്മണ വർണ്ണത്തിന് ഉത്തരായണ കാലത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അതേ സമയത്ത് തന്നെയാണ് മറ്റ് ഇതര വർണ്ണങ്ങൾക്കും അത് ഉപയോഗിക്കുന്നത്. മനുഷ്യനായിട്ട് ജനിക്കുന്ന ഓരോ ജീവനും സംസ്കാരാദി കർമ്മങ്ങൾ കൊണ്ട് ദ്വിജനാവുകയാണ് ചെയ്യുക. ഒരു രണ്ടാമത്തെ ജന്മമാണ്. നമ്മുടെ സംസ്കാരാദി കർമ്മങ്ങളെ കൊണ്ട് ആദ്യം ഒരു ജന്മം ജനിക്കുന്നു. ഉപനയനത്തിലൂടെ ബ്രഹ്മസൂത്രത്തിലൂടെ ഒരു പുതിയ മനുഷ്യൻ ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അറിയേണ്ടതെന്ത്, അറിയാൻ പാടില്ലാത്ത അഥവാ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത്, ശരിയെന്ത്, തെറ്റെന്ത് എന്നുള്ള കാര്യഗ്രാഹ്യ വിവേചന ശക്തി ഗുരുവിൽ നിന്നാണ്, ഗുരുമുഖത്തു നിന്നാണ്, ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. ഒരുവൻ്റെ അഹങ്കാരം മുഴുവൻ പൂർണ്ണമായും അറുത്തു മാറ്റുന്ന നിമിഷമാണ് അവൻ്റെ 2ാം ജന്മം. നമ്മൾ അറിയുകയാണ്, നമ്മൾ അഹങ്കാരം മുഴുവൻ ഇല്ലായ്മയാകുകയാണ് ചെയ്യുന്നത്.
ഗുരുവിൻ്റെ ഉപദേശങ്ങളെ കൊണ്ട്, ഗുരുവിൻ്റെ ആ ധർമ്മ ജീവിതം കൊണ്ട് നമ്മളെ പാഠമാക്കി പഠിക്കുകയാണ്. ഗുരു എന്ന് പറയുന്നത് നമുക്ക് ആ വിജ്ഞാനം നമുക്ക് തരാൻ സാധിക്കില്ല. നമ്മൾ ഗുരുവിനെ കണ്ടറിയുകയാണ്, നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യ നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധ്യമല്ല. വിദ്യ നമ്മൾ സ്വയം അറിയുകയാണ്, ഗുരുവിലൂടെ അറിയുകയാണ്, ഗുരുമുഖത്ത് നിന്ന് അറിയുകയാണ്. അതാണ് ദ്വിജൻ, രണ്ടാമത്തെ ജന്മം. ഇതുവരെയും അജ്ഞാനത്തിലും അഹംബോധത്തിലും ജീവിച്ച ഞാൻ അഥവാ ഈ ജീവൻ ജീവിക്കാൻ പ്രാപ്തനാകുന്നത് ഈ ധന്യമായ ഈ ഗുരുവിൻ്റെ സന്നിധിയിലാണ്. അതാണ് ഗുരു ഒരു അധ്യാപകനല്ല. പാശ്ചാത്യരുടെ ദൃഷ്ടിയിൽ എല്ലാ മഹാത്മാക്കളും ഒരു ക്ഷേത്രമായിട്ടാണ് ഭാരതത്തിലെ ക്ഷേത്രമെന്നാണ് പറയുക. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ശ്വാസവും, ആചാര്യന്മാരുടെ ഓരോ ശ്വാസവും ഓരോ പ്രാർത്ഥനയാണ്. ഗുരു എന്നതുപോലെ യാതൊന്നും ഉണ്ടായിട്ടില്ല. സത്യത്തെ നമ്മളിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് നാം ഗുരു എന്ന് പറയുക. സത്യത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഗുരു എന്ന് വിളിക്കാം. സത്യമൊരിക്കലും പഠിപ്പിക്കാൻ സാധ്യമല്ല. സത്യമൊരിക്കലും പഠിപ്പിക്കാൻ സാധ്യമല്ല. സത്യത്തെ ദർശിക്കുകയാണ്. അത് നമ്മളിലേക്ക് സ്വയം ദർശിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് സാക്ഷാൽ ഗുരുനാഥൻ നമുക്ക് ചെയ്യുന്നത്. ഉപനയനം യജ്ഞോപ വീതം ധരിക്കുന്ന ആ ബ്രഹ്മസൂത്രം ധരിക്കുന്ന ആ വിദ്യ മന്ത്രം നമ്മൾ സ്വീകരിക്കുന്ന ക്രിയ ഷോഡശ സംസ്കാരത്തിൽ വളരെ ശ്രേഷ്ഠമായ സംസ്കാരമാണ്. അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നിർത്തുകയാണ്. നമ്മൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ഗുണവിശേഷങ്ങളിൽ വളരെ പ്രധാനമാണെന്ന് നമ്മുടെ ആചാര്യന്മാരെ വിധിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ചിന്തനം നമ്മുടെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സംസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പദസ്മൈ ശ്രീനാരായണായേതി സമർപ്പയാമി ശ്രീനാരായണായേതി സമർപ്പയാമി ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം തത്സത്.